ഹലോ, ഇന്ന് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ഞങ്ങൾ ഒന്ന് വേളി പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞുമായും കുഞ്ഞാറ്റയും അവിടെ നിന്ന് അവരെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേളി എത്തി കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്തു. സോ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നലെ വരെ മഴയായിരുന്നിടത്ത് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്തു. അവർ വന്നപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അകത്ത് കയറി. സോ അകത്ത് കയറിയപ്പോൾ പോയടനെ നടക്കണമല്ലോ, അതാണല്ലോ ചടങ്ങ്. അങ്ങനെ ഞങ്ങളെല്ലാവരും നടന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടായ ആ പാലത്തിലോട്ട് ചെന്നെത്തി. ആ പാലം എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്. സോ അതിൽ കയറിയപ്പോൾ കുഞ്ഞമ്മക്ക് ഒരേ ഡൗട്ട്, എന്തുകൊണ്ട് ഈ പാലത്തിന് കുലുക്കം കുറഞ്ഞു? ആൾക്കാർ കുറയുമ്പോൾ അത് കുലുക്കം കുറയുമല്ലോ. അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റി കുറച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് വന്നപ്പം പിന്നീന്ന് ഒരാൾ വന്നിട്ട് പറയുക, അവൻ പറയുക ഇപ്പോൾ പൊട്ടി വീണ എന്ത് ചെയ്യും, ഇപ്പോൾ പൊട്ടി വീഴും. ഫുൾ നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവന് മരത്തിൽ കയറണമെന്ന് പറഞ്ഞു. കുറേ നേരം മരത്തിൽ കയറി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ടൈമായതുകൊണ്ട് കഴിച്ചായിരുന്നു. സോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് എന്താ പറയുക, ഫുഡൊക്കെ തേക്കാനായിട്ട് റീലെടുക്കാൻ പോയപ്പോൾ റീലെടുക്കാൻ അവൻ സമ്മതിച്ചില്ല. ബിക്കോസ് അവൻ ഫുൾ ടൈം അവളെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉമ്മായും കുഞ്ഞുമായും ഞങ്ങൾ നിൽക്കുന്നിടത്തോട്ട് വന്നു. സോ ഇടയ്ക്ക് കുഞ്ഞുമ്മ പൂവൊക്കെ വെച്ച് നല്ല 1-2 പോസൊക്കെ തന്നായിരുന്നു. ഇടയ്ക്ക് അവളെ വീഴുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ ശേഷം കായലിൻ്റെ സൈഡിലോട്ട് പോയി. അവിടെ പോയപ്പോൾ എന്തോ താറാവ് പോലത്തെ ഒരു സാധനം തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇടയ്ക്കത് താഴ്ന്നു പോവും, വീണ്ടും തല പൊക്കും. അങ്ങനെ അത് നോക്കി നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു. ബിക്കോസ് നല്ല കാറ്റായിരുന്നു. സോ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇടയ്ക്ക് എല്ലാവരും കൂടെ 2 പോസ് വീണ്ടും ഇട്ടു. വല്ലപ്പൊരിക്കല്ലേ കേസ്, അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യണമല്ലോ. സോ അങ്ങനെ പോസൊക്കെ ഇട്ടിട്ട് ഈ 2 എപ്പോഴും ഒരുമിച്ചാണ്. അവിടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ചവിട്ടി കയറുന്ന സാധനത്തിൽ അവന് കയറിയേ പറ്റും. എങ്ങനെയെങ്കിലും അവൻ കയറും എന്നുള്ള വാശിയിൽ കുറേ ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ലാണ്ടൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ചവിട്ടി കയറാനായിട്ടുള്ള സാധനമൊന്നും അവിടെ പ്രോപ്പറായിട്ടില്ല. എന്നിട്ടും കുറേ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ഐസ്ക്രീമിൻ്റെ പേര് പറഞ്ഞപ്പോൾ പാതിയിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കുടിച്ചിട്ട് ബീച്ചിൽ പോയി. പാർട്ട് 2 ഇടാവേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.